വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ അത് ചിലരുടെ ചോരയിലുള്ളതാണ്. അത് ജന്മന അല്ലെങ്കിൽ ജനിച്ച് കുട്ടിത്തം മുതൽ അവരുടെ ആ ഒരു ചോരയിൽ ആ ഒരു പ്രാന്തുണ്ടാവും, വണ്ടിപ്രാന്ത്. അത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല. ഒരു വണ്ടിപ്രാന്തനായിട്ടുള്ളൊരു ചെറുക്കം നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. പരിചയപ്പെടുത്താണ്ട് ആദ്യം വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആ വണ്ടിപ്രാന്തനെ പരിചയപ്പെടുത്താം. ഇതാണ് മുതൽ. പേരെന്താ എൻ്റെ? അഫ്സൽ. എല്ലാ വാഹനം അഫ്സാൻ. ഓക്കെ. സ്ഥലം എവിടെ ഇരുന്ന്? പട്ടാമ്പി. ഇതെന്താ ഈ വണ്ടി കയറി ഇങ്ങനെ തിരിക്കണെന്താ? ഇതെന്താ ഇങ്ങനെ തിരിക്കണത്? വണ്ടി ഓടിക്കണോ? ഡ്രൈവ് ചെയ്യോ? സ്റ്റാർട്ട് ചെയ്ത് പോവോ? റെഡിയാ? ഇതേതാ വണ്ടി? ഏതാ എനിക്കറിയോ? സിയാസ്. അപ്പൊ ആ കിടക്കുന്ന വണ്ടി ഏതാ? സെലേരിയോ. അപ്പൊ എല്ലാ വണ്ടിനെ പറ്റി ഡീറ്റെയിൽ അറിയാം, എല്ലാം അറിയാം. നമ്മുടെ ഇവിടുന്ന് ഒരു വാഹനം ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അഫ്സാൻ അല്ലേ? അഫ്സാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിനെ പറ്റി ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. ഭയങ്കര പിന്നെ ഏത് വണ്ടി ഉണ്ട് കഴിഞ്ഞാൽ ഇന്നതാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് എല്ലാവർക്കും ചിലപ്പോൾ ആ കഴിവ് ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. കാരണം വണ്ടിനെ പറ്റി എപ്പോഴും അവരുടെ ശ്രദ്ധ മൊത്തം വണ്ടിയിലേക്ക് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമേ, അത്തരത്തിലുള്ള ആ ഒരു വണ്ടിപ്രാന്തുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഏത് വാഹനമാണ് ഇന്ന ബ്രാൻഡിന്റെ വാഹനം. എസ്പെഷ്യലി ഇപ്പം എൻ്റെ ഒരു മോനൊക്കെ ഉണ്ട്, അവന് 6 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു വാഹനം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ നോക്കും, ഏത് ആ ലോഗോ ഉണ്ട്, ഇത് ഏതിൻ്റെ ലോഗോ, ഇത് ടൊയോട്ടയാണ് അല്ലെങ്കിൽ മാരുതിയാണ് അല്ലെങ്കിൽ ഹ്യുണ്ടായി ആണ്. അവരിങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് പറയും. അപ്പോൾ ചെറുപ്പത്തിൽ അവരുടെ ആ ഒരു ഭ്രാന്ത് അല്ലെങ്കിൽ അവരുടെ ചോരയിൽ ആ സാധനം തുടങ്ങണം, വണ്ടിപ്രാന്ത് എന്നുള്ള ഭ്രാന്ത്. അപ്പോൾ ഈ വണ്ടിപ്രാന്തന്മാർ നമ്മുടെ വീഡിയോസ് കാണുന്ന ഇത്തരത്തിലുള്ള വണ്ടീനെ പറ്റി ക്രേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, എസ്പെഷ്യലി ഇവനെ പോലത്തെവരൊക്കെ. അപ്പോൾ അത്തരക്കാരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോസ് വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടാവും. ചിലപ്പോൾ വാഹനം ഉള്ളവരായിരിക്കും, പക്ഷേ 4 വീഡിയോസുകാരും നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. അത്തരക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക, ഞാനൊരു വണ്ടിപ്രാന്തനാണെന്നുള്ളത്. അല്ലേ? ഈ ഒരു വണ്ടിപ്രാന്തനല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് 2 മാരുതിയുടെ വാഹനങ്ങളെ പരിചയപ്പെടുത്താം. ഏതാ ഈ വാഹനം? സെലേരിയോ. അപ്പോൾ ഈ 2017 മോഡൽ നിൽക്കുന്ന സെലേരിയോ, ഇത് സാധാരണ സെലേരിയോ അല്ല. സെലേരിയോ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറച്ച് ബ്ലാക്ക് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. കണ്ടോ? മിററിനകത്ത് ബ്ലാക്ക്, അതേപോലെ ബമ്പറിന്റെ കോർണറിൽ കണ്ട ഒരു ബ്ലാക്ക് കണ്ടോ? റൂഫ് റെയിലിൽ ബ്ലാക്ക്. അങ്ങനെ ചെറിയ ചേഞ്ചസ് ഉള്ള ഒരു വാഹനമാണിത്. ഇതിന്റെ പേര് സെലേരിയോ എക്സ് എന്ന പേരിൽ മാരുതി ഇറക്കിയിട്ടുള്ള ഒരു വാഹനമാണിത്. ഇത് 17 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ 59,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. 1 ലിറ്ററിൽ വരുന്ന 1000 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ സാധാരണഗതിയിൽ K സീരീസ് എഞ്ചിൻ ഒരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം. മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷനിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം. എത്ര രൂപക്ക്? 4 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 3.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഇതേപോലെ എനിക്ക് പറയാൻ വയ്ക്കുമോ? നീ പഠിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് ഇതേപോലെ എന്നെ പോലെ ഇങ്ങനെ പറയാൻ കഴിയണം കേട്ടോ. ഇനി അടുത്ത ഒരു സിയാസും കൂടി ബാക്ക് കിടക്കുന്നുണ്ട്. സിയാസ് 2015 മോഡൽ നിൽക്കുന്ന VXi എന്ന പേരിൽ നിൽക്കുന്ന വാഹനമാണ്. ഇത് സെക്കൻഡ് ഓൺഷിപ്പിൽ 71,000 കിലോമീറ്റർ നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. VXi എന്ന മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. ZXi ആണ് ഏറ്റവും ടോപ്പ്. അതിൻ്റെ താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് VXi. ബേസിക്കലി ഫീച്ചേഴ്സ് അതിനകത്ത് വന്നിട്ടുള്ളത് 4 ഡോർ പവർ, AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സ്റ്റാരിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 4.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുക. സെലേരിയോ ആണെങ്കിലും 5 വർഷത്തേക്ക് EMI സൗകര്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ 2 വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാനും ബുക്കിങ്ങിനും മറ്റും ആവശ്യങ്ങൾക്കും വേണ്ടി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പ് ഞങ്ങൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.